ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രശേഖരനാണെങ്കിൽ, വേദയുടെ അച്ഛനാണെങ്കിൽ വേദയോടുള്ള ദേഷ്യവും അടങ്ങാത്ത കലിയും ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണേ. കാരണം തൻ്റെ മനസ്സുകൊണ്ട് തൻ്റെ മകളെ അംഗീകരിച്ചു കൊണ്ടിരുന്ന ആ ഒരു സമയത്തായിരിക്കും പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും തൻ്റെ മകളെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തത്. ആ ഒരു നിമിഷം മകളോട് എല്ലാ അർത്ഥത്തിലും മാപ്പ് കൊടുക്കാനും തയ്യാറായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും വേദ തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് വാദിക്കുകയും അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുകയും വേദയുടെ അച്ഛനോടാണെങ്കിൽ മോശമായ രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത് സഹിക്കാനാവുന്നില്ല കേട്ടോ. അത് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരിക്കും. അദ്ദേഹവും കൂടെ ചേർന്ന് നാടകം കളിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ വേദയുടെ അച്ഛന് അതൊട്ടും തന്നെ ഉൾക്കൊള്ളാനായില്ല കേട്ടോ. വേദയോടുള്ള ദേഷ്യവും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ അങ്ങ് കൂടുമായിരുന്നു കേട്ടോ. ഇതേ സമയത്ത് വർഷയും ശ്രീകാന്തും കൂടെ നല്ല പണി തന്നെ പിന്നിൽ നിന്ന് ഒപ്പിക്കുന്നുണ്ട്. അതായത് വേദയെക്കുറിച്ച് കുറ്റങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിക്കണ പോലെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വേദയുടെ അച്ഛൻ്റെ ഓരോ നിമിഷവും അച്ഛനുള്ള ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കേട്ടോ. അങ്ങനെ വേദേനെ ഇനി ഒരിക്കലും അംഗീകരിക്കില്ല എന്നും തൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു സ്ഥാനം, മകളെന്ന സ്ഥാനം പറിച്ചു മാറ്റിയെന്നും ഇനി തനിക്ക് 2 മക്കളേ ഉള്ളൂ എന്നും ഒക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. വേദയുടെ അമ്മയോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. വേദയുടെ അമ്മ ആകെ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് പിന്നെ അവളൊരു തെറ്റിദ്ധാരണയോട് കൂടിയാണ് അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അമ്മ അവളോട് പറഞ്ഞിരുന്നു ശ്രീകാന്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമെന്ന്. ആ ഒരു രീതിയിൽ അവൾ ചിലപ്പോൾ പറഞ്ഞതായിരിക്കും, നിങ്ങളത് വിട്ടുകളാം, നമ്മുടെ മകളല്ലേ, നമുക്കല്ലേ ക്ഷമിക്കാൻ കഴിയൂ എന്നൊക്കെ പറയാൻ കേട്ടോ. നിനക്ക് തെറ്റി, എനിക്ക് ഒരിക്കലും അവളോട് ക്ഷമിക്കാൻ കഴിയില്ല. ഞാൻ അവളോട് ക്ഷമിച്ച് അവളെന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവളുടെ വായിൽ നിന്ന് ഇത്തരം വർത്തമാനങ്ങൾ വന്നത്. ഇനി എനിക്കതൊന്നും താങ്ങാൻ കഴിയില്ല. അവൾ കാരണമാണ് എനിക്ക് അറ്റാക്ക് ഉണ്ടായത്. എന്നിട്ട് അവൾ പറഞ്ഞത് അവളുടെ ജീവിതം തൊലയ്ക്കാൻ നോക്കിയത് ഞാനാണെന്ന്. നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയപ്പോൾ അവളുടെ ജീവിതം ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് കരുതിയാണ് പലപ്പോഴും അവളെ ഞാൻ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അവളുടെ ഭാവി നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എവിടുന്നോ കിട്ടിയ ഒരുത്തനുമായിട്ട് അവളിപ്പോൾ പൊരുത്തപ്പെട്ടു പോകുകയാണ്. പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞാൽ അവൾ അവളുടെ കുടുംബത്തെ തന്നെ അവഹേളിക്കാൻ ശ്രമിക്കുകയാണ്. എന്തോ അവൾക്ക് വലിയൊരു സമ്മാനം കിട്ടിയതുപോലെ. എന്നിട്ട് എൻ്റെ മകനെയും കൂടെ ചേർത്ത് പ്രതിക്കൂട്ടിലാക്കുകയാണ്. ഒരു നിമിഷം ഞാൻ അവൻ തെറ്റുകാരനാണെന്ന് ചിന്തിച്ചു പോയി. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാം അവളുടെ തെറ്റിദ്ധാരണകളാണ്. അതിൻ്റെ മുൻപിൽ ആടുകയാണ് ബാക്കി നമ്മളെല്ലാവരും തന്നെ. ഇനി അമ്മയോട് പറഞ്ഞേക്കണം, ഒരു ബന്ധവും അവളുമായിട്ട് വേണ്ട. ഇനി ഈ പടി അവൾ ചവിട്ടരുത്. അവളെ നിങ്ങളാരെങ്കിലും കാണാൻ പോയിന്ന് ഞാൻ അറിയണം. എന്നാൽ നിങ്ങളായിട്ടുള്ള ബന്ധവും ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വേദയുടെ അമ്മയ്ക്ക് നല്ല സങ്കടമാകുന്നുണ്ടേ. അങ്ങനെ മുത്തശ്ശിയോട്, അതായത് വേദയുടെ അച്ഛൻ്റെ അമ്മയോട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, നമുക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം സംഭവിക്കേണ്ടത് നമ്മുടെ വിധിയാണെന്ന് കൂട്ടിയാൽ മതി. അവനാണെങ്കിൽ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവളെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതാണ്. പക്ഷേ എല്ലാം ഒരു കയ്യബദ്ധം സംഭവിച്ചു പോയി. ഞാനൊന്ന് ഫോൺ എടുത്താൽ മതിയായിരുന്നു, ഞാൻ അവളെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, എല്ലാം ശുഭമായി. പക്ഷേ അന്ന് അപ്പത്തെ വെപ്രാളത്തിന് ഞാൻ ഫോൺ എടുക്കാനും വിട്ടുപോയി. വിളിച്ച് പറഞ്ഞതാണെങ്കിൽ ശ്രീകാന്തിൻ്റെ സ്വഭാവം നിനക്കും അറിയാവുന്നതാണല്ലോ. ശ്രീകാന്ത് എന്തായാലും അവൾക്ക് ഒരു പാര തന്നെയാണ്. അപ്പോൾ അവൾ വിചാരിച്ചു, അവൾ തെറ്റിദ്ധരിച്ചു പോയതാ. എന്ത് ചെയ്യാനാണ്, അവളുടെ അച്ഛനല്ലേ ഇവൻ. അവൻ്റെ ദേഷ്യമൊക്കെ കുറേ കഴിയുമ്പോൾ അങ്ങ് കെട്ടടങ്ങും. ഇതൊക്കെ എവിടം വരെ പോകാനാണ്, നീ ഒന്ന് സമാധാനിക്ക്, എല്ലാത്തിനും നമുക്ക് വഴിയൊരുക്കാം എന്നൊക്കെ വേദയുടെ അമ്മയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് വേദയാണെങ്കിൽ കിച്ചണിൽ നല്ല പരിപാടികളായിരിക്കുമേ. ഈ സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ വിഷന്ന് വലഞ്ഞിട്ടായിരിക്കും കേട്ടോ പറഞ്ഞത്. അമ്മയെന്ന് കുറേ പ്രാവശ്യം വിളിക്കുമെങ്കിലും കമലാമ്മ അവിടെ ഉണ്ടായിരിക്കില്ല കേട്ടോ. പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരിക്കും മാഷിൻ്റെ കൂടെ. ഈ സമയത്ത് നന്ദിനിയാണെങ്കിൽ കിച്ചണിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നന്ദിനിയോട് ഏട്ടത്തി ഇത്തിരി ചോറെടുത്ത് അമ്മ എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, അമ്മ പറമ്പിലെങ്ങാനും പോയി, ഞാനേ ദേ വിനേട്ടൻ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ, വിനേട്ടൻ എന്നെ വിളിച്ചിരുന്നു, നീയേ നിൻ്റെ അരുമയായ ഭാര്യയോട് അങ്ങ് പറഞ്ഞേച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നന്ദിനി കൈ ഒഴിയാണ് കേട്ടോ. ഈ സമയത്ത് ശ്രീചേട്ടത്തെ അവിടെ എല്ലാം തപ്പുന്നുണ്ടെങ്കിലും ശ്രീചേട്ടത്തെയും കമലാമ്മയുടെ കൂട്ടത്തിൽ പറമ്പിലോട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരിക്കുവേ. ആ സമയത്ത് വേദ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ വേദയാണെങ്കിലും വേദയോട് ചോദിക്കാൻ മടിച്ചിട്ട് വിക്രം വന്നിട്ട് ചോറും എല്ലാം ഇങ്ങനെ തപ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറികളൊക്കെ ആണെങ്കിൽ അവിടെ എവിടെയൊക്കെ മാറ്റിയൊക്കെ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. വിക്രം വന്ന് നോക്കുമ്പോൾ ഒന്നും തന്നെ കാണുന്നില്ലേ. അങ്ങനെ വിക്രം ചോറെടുത്തിട്ട് ഈ കറിയൊക്കെ ഇത് എവിടെ കൊണ്ട് വെച്ചിരിക്കാവും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ വേദയുടെ മുഖത്തേക്ക് നോക്കുകയാണേ. പിന്നെ വേദ ഇവിടെ ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങനെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നിന്നോടല്ലേ അടി ചോദിച്ചത് കറി എവിടെയാണ് വെച്ചിട്ടിരിക്കുന്നതെന്ന്.
അതെ ഒന്ന് പറഞ്ഞാൽ പോരെ, എടുത്തു തരത്തില്ലേ, എന്തിനാ ഈ വീറും വാശും? ഓ ആ ഒരു മുഖഭാവം ഒക്കെ കണ്ട എന്താ വലിയ ആളാന്നാ, ഒരു സാധനം കണ്ട അറിയത്ത് പോലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചോറും കലത്തിൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ കറികൾ. അങ്ങനെ ആ കറിയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ എന്തിനും ഏതിനും വിക്രുവിന് ഈ വേദ വേണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അയ്യ വേദ വേണം, കാലത്തിൻ്റെ പുറകിൽ കൊണ്ട് കറി ഒളിപ്പിച്ച് വെച്ചാൽ ആരായാലും ഒന്ന് തപ്പിപ്പിടിക്കും. അയ്യ വേദ വേണം പോലും, നീ ഇല്ലാതെ ഇത്രയും കാലം ഞാൻ ജീവിച്ചത്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരും സ്ഥിരം ക്ലീശ തന്നെ. പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രമിന് പെട്ടെന്നൊരു ഫോൺ കോളൊക്കെ വരികയാണ് കേട്ടോ. അങ്ങനെ വിക്രം പാതി ചോറ് അവിടെ വെച്ചിട്ട് അങ്ങനെ പോവുകയാണ്. ഉടനെ വേദ പറഞ്ഞിട്ട്, വിക്രു ഇത് കഴിച്ചിട്ട് പോ, ഈ ബാക്കി എച്ചിൽ തിന്നാൻ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ച് ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ ഉടനെ വിക്രം പറയുന്നുണ്ട്, നിന്റെ കാര്യം നോക്കി പോടി, നീ കൂടുതൽ എന്നെ ഭരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ എണീറ്റ് പോകുകയാണ് കേട്ടോ. വേദയാണെങ്കിലോ ഇതിനെ ഒന്നും തിരുത്താൻ ആരെ കൊണ്ടും ആവില്ല എന്ന് പറഞ്ഞിട്ട് ആ ചോറെല്ലാം എടുത്തങ്ങ് വെക്കുകയാണ് കേട്ടോ. ശേഷം വിക്രമാണെങ്കിൽ വിക്രമിൻ്റെ കൂടെയുള്ള ഒരാൾക്ക് അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ ഫോൺ പറഞ്ഞത്. പക്ഷേ വിക്രം വഴിയിൽ വെച്ച് ആ കൂട്ടുകാരനെ കാണുകയാണ്. പിന്നെ ഇത് എങ്ങനെ ഈ സംഭവിച്ചത്, പിന്നെ ആരാണ് എന്നെ ഫോൺ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാൻ കേട്ടോ. അങ്ങനെ ഏതോ ഒരു സ്പോട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സ്പോട്ടിൽ ചെല്ലുന്നതിന് മുൻപ് തന്നെ തൻ്റെ കൂട്ടുകാരനെ കണ്ടതുകൊണ്ട് വിക്രം അവിടേക്ക് പോകുന്നില്ല കേട്ടോ. എന്നിട്ട് കോളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കിനും അറിയാത്ത ഒരു നമ്പർ ആയിരിക്കും. അങ്ങനെ വിക്രമാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് എന്തായാലും ശ്രീകാന്തിൻ്റെ പരിപാടിയായിരിക്കും, അല്ലാതെ വേറെ ആരുടെ അല്ല. എന്നെ അവിടെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് എന്തോ അവന്മാർക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു. എന്തായാലും അവൻ എന്നെ വിടാൻ തീരുമാനിച്ചിട്ടില്ല, ഇങ്ങനെ തന്നെ ഓരോ കൊനിഷ്ഠ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക തന്നെ ചെയ്യും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ശ്രീകാന്തിനെ നേരിട്ട് കാണാൻ ചെല്ലുകയാണ് കേട്ടോ വിക്രം. ശ്രീകാന്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ഇമ്മാതിരി ഊളക്കളികളെ എന്നോട് കളിക്കാൻ വരല്ലോ കേട്ടോ, നിൻ്റെ പെങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിനക്ക് അത്രയ്ക്ക് സഹിക്കാൻ പോയെങ്കിൽ അവളെ അങ്ങ് വിളിച്ചു പോയിക്കോ, ആരും നിർബന്ധിച്ചില്ലല്ലോ, ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോലും ഇറങ്ങിപ്പോകാതെ കടിച്ച് തൂങ്ങി നിൽക്കുക, എന്നിട്ട് നീ എന്നെ ഉപദ്രവിക്കാൻ നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇനി മേലെ ഇമാതിരി ചീള പരിപാടികൾ എൻ്റെ അടുത്ത് കാണിക്കാൻ വന്നുണ്ടല്ലോ, വീട്ടിൽ കയറി ഞാൻ തല്ലും, ഉറപ്പ് കേസാ, അവിടെ ബന്ധവും സ്വന്തവും ഒന്നും ഞാൻ ആലോചിക്കില്ല, പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ അപമാനിക്കുകയും അവഹേളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ശ്രീകാന്തിന് ആകെ ഒരു ചമ്മലും നാണക്കേടും ഒക്കെ ആകുകയാണേ. അങ്ങനെ ശ്രീകാന്തിനെ വാൺ ചെയ്തിട്ട് പോകുകയാണ് കേട്ടോ വിക്രം. അങ്ങനെ വീട്ടിലേക്ക് വിക്രം പിന്നെ തിരികെ വരികയാണ്. അങ്ങനെ വേദയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വേദയാണെങ്കിൽ അച്ഛമ്മയെ വിളിച്ചും പറയുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് എന്ത് ചെയ്യാനാവും, ഒന്നും തന്നെ ചെയ്യാനാവില്ല. അച്ഛമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ശ്രീകാന്ത് ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും, അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും അവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് അച്ഛമ്മയും ആകെ വിഷമിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൻ്റെ പ്ലാനിങ്ങുകളെല്ലാം പൊളിഞ്ഞത് നമ്മുടെ വർഷയുടെ അച്ഛനെ വിളിച്ചിട്ട് പറയാൻ കേട്ടോ ശ്രീകാന്ത്. എല്ലാ പ്ലാനിങ്ങും പൊളിയാണ്. ഓരോ പ്രാവശ്യം അവനിട്ട് എന്തെങ്കിലും വെക്കുമ്പോൾ അതെല്ലാം തിരിച്ച് കിട്ടുന്നതല്ലാതെ അല്ലെങ്കിൽ അതിൽ നിന്നുമെല്ലാം ഊരി പോകുന്നതല്ലാതെ അവനൊരു ചുക്കും സംഭവിക്കുന്നില്ല. എന്തായാലും അളിയൻ എന്ന ലേബല് എൻ്റെ ചങ്കിൽ കുത്തിക്കഴിഞ്ഞു, ഇനി അതൊരിക്കലും മാറ്റാൻ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണ് അച്ഛാ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അവിടെ നിന്ന് നമ്മുടെ വർഷയുടെ അച്ഛനും പറയുന്നുണ്ട്, ഒരു വഴി തെളിയാതിരിക്കില്ല, നീ വിഷമിക്കാതിരിക്കുക, എന്തായാലും നമുക്കൊരു വഴി കണ്ടെത്താം, അവനെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇനി അതൊക്കെ വഴിയുള്ളൂ, അവനെ കൊല്ലുന്നെങ്കിൽ കൊല്ലണം, അല്ലാതെ ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ അച്ഛൻ ഇപ്പോൾ വേദയുമായിട്ട് തെറ്റി നിൽക്കുകയാണ്, അത് ഏതായാലും നന്നായി, എന്തായാലും അതൊക്കെ നമ്മുടെ പ്ലാനിങ് ആണ്, അറിഞ്ഞാൽ പിന്നെ തീർന്നു. അച്ഛൻ അടുത്ത് വന്നതാ, ഏതായാലും അവൾ തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കി, ഈ തല്ലിപ്പീരൻ ഇപ്പം അച്ഛൻ്റെ ആജന്മ ശത്രുവാണവൾ, അതേതായാലും നമുക്ക് നന്നായി, അതുകൊണ്ട് ഇനി അവളെ അവളുടെ പാടിന് വിട്ടോളും, അവളെ ഈ പഠിക്കകത്ത് കയറ്റില്ല അച്ഛൻ എന്നൊക്കെ പറയാനിട്ടോ. അച്ഛനിപ്പോൾ അവളെ കാണും, അവളുടെ ഫോട്ടോ പോലും വീട്ടിലിരിക്കണ ഇഷ്ടമല്ല, എല്ലാം എറിഞ്ഞൊടച്ചു. പിന്നെ ഞാനും വർഷം കുറച്ച് ഡോസ് കൂടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ ആകെ അങ്ങ് അവളെ വെറുത്തുപോയി. ഇനി അങ്ങനൊരു മകളില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്, അത് തന്നെ ധാരാളം, ഇനി അച്ഛൻ അടുക്കാതിരുന്നാൽ മതി, ഈ അച്ഛമ്മയും അതുപോലെ തന്നെ അമ്മയും കൂടെ ചേർന്ന് അച്ഛൻ്റെ മനസ്സിളക്കാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഫോൺ വിളിച്ച് ഈ സമയത്തായിരിക്കും ശങ്കരനാരായണ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നത്. ആകെ തകർന്നു പോകാണ് കേട്ടോ. അതായത് വേദേനെ ഭർത്താവിനെയും ഒരുപാട് ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ശ്രീകാന്ത് എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ.
പിന്നെ വേദയാണെങ്കിൽ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതാണെങ്കിലും ശ്രീകാന്ത് ഓരോന്ന് ചെയ്തതിൻ്റെ പേരിൽ വേദ ഡൗട്ട് അടിച്ചിട്ടാണെന്ന് വേദയൊന്നും മനഃപൂർവ്വം അറിഞ്ഞിട്ടോ ഒന്നും അല്ലായിരുന്നു എന്നുമൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ. അങ്ങനെ ആ വേദയുടെ അച്ഛൻ്റെ ചങ്ക് തന്നെ തകർന്നു പോകുകയാണ്. തൻ്റെ മകളെ അകറ്റി നിർത്തുന്നതും തൻ്റെ മകളെ ഈ പടി കയറി വന്നപ്പോൾ അധിക്ഷേപിച്ചു വിട്ടതും ഒക്കെ ഓർത്ത് ആകെ തകർന്നു പോകുകയാണ് കേട്ടോ. അങ്ങനെ വേദേനെ വിളിക്കണമെന്നും അതുപോലെ തന്നെ വേദയോട് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കാൻ കേട്ടോ. അങ്ങനെ വേദയുടെ ഫോൺ നമ്പർ ഇങ്ങനെ ഫോണിലെടുത്തിട്ട് പിന്നെ കട്ടാക്കുകയാണ് കേട്ടോ. ഇനി ഇപ്പം വിളിക്കേണ്ട, നേരിട്ട് തന്നെ എൻ്റെ മകളെ എനിക്ക് ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന വേദയുടെ അച്ഛനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്.